ഹായ് ഹലോ ഹാലൂംസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് നമ്മുടെ സ്റ്റാഫുകളുടെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചു നോക്കിയാലോ. ധന്യ ചേച്ചി, എന്താ പരിപാടി? അടുക്കടാ. നമ്മുടെ ഷോപ്പിൽ എത്ര വർഷമായി ചേച്ചി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ ഓണം വന്നു കഴിഞ്ഞാൽ 4 വർഷമായി. 4 വർഷമായി. എന്താ നമ്മുടെ ഷോപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം നമുക്കത് പറയുമ്പോൾ സന്തോഷത്തിൽ കൂടുതൽ എനിക്ക് സങ്കടം വരിക. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലോണം മാറി. പിന്നെ എന്താ പറയുക, മുതലാളിമാർ എന്നതിലുപരി ഞങ്ങളുടെ കൂടപ്പറപ്പ്, രണ്ടാളും ഞങ്ങളുടെ കൂടപ്പറപ്പ് അനിയന്മാരാണ്. അങ്ങനെ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. ഇനി ഇവിടെ എത്ര കാലം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്നത്രത്തോളം അങ്ങനെ വിചാരിക്കുള്ളൂ. എല്ലാ മുതലാളിമാരുടെയും പോലെയല്ല. പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞാൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കഴിഞ്ഞ മുന്നത്തെ കൊല്ലം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കൈ ഒടിഞ്ഞു. ഒരു 3-4 മാസത്തോളം ഞാൻ ഫുൾ ലീവ് എടുത്തിട്ട് എല്ലാ ഷോപ്പിലും ഉള്ള മുതലാളിമാർ പറയുക, എന്താ തിരിച്ച് കയറണ്ട, അല്ലെങ്കിൽ അതോടെ റിസൈൻ ചെയ്യാൻ പറയും. പക്ഷേ രാജു അങ്ങനെയല്ല. ചേച്ചി എന്താ ചേച്ചി വരാത്തത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, കൈ കൊണ്ട് വയ്യ, പിന്നെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, പണിയെടുക്കാൻ പറ്റണില്ല പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നല്ല അതിനി ഡോക്ടറോ അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് തിരിച്ച് കയറൂ എന്ന് പറഞ്ഞ ഒരാളാണ് മുതലാളിയല്ല ഞങ്ങളുടെ അനിയൻ. അപ്പോൾ പറയാൻ വാക്ക് കിട്ടില്ല. അത്രയ്ക്ക് ഈ കടയോട് ഭയങ്കര അറ്റാച്ച്ഡ് ഉണ്ട്. ഒരിക്കലും നമ്മളുള്ള കാലം എന്നല്ല, ഇതിൽ വർക്ക് ചെയ്യണ കാലം എന്നല്ല, നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ഇത് മുന്നോട്ട് കുതിച്ച് കയറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളതിന് അവരുടെ കൂടെ തന്നെ നിൽക്കും. എൻ്റെ മോന് വയ്യടായിട്ട് ആശുപത്രിക്കൊക്കെ പോണതാ. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ അവരെ ആശുപത്രിക്ക് പോകാനുള്ള പൈസയും എന്താ പറയാ കൂടുതലും പറയാൻ ബാക്കില്ലടാ. ഞങ്ങളുടെ മുതലാളിമാരാണ് വിജയത്തിന് എന്നും ഞങ്ങൾ കൂടെ നിൽക്കും. ഇതിന് കൂടുതൽ ശമ്പളമോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എന്ത് തന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെയും പോവില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. അപ്പം എന്നും നല്ലത് മാത്രം ഞങ്ങളുടെ മുതലാളിമാർക്ക് ഉണ്ടാവട്ടെ, അല്ല ഞങ്ങളുടെ അനിയന്മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഫ്രീ ആണോ? ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഫ്രീ ആണ്. നമ്മുടെ ഷോപ്പിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. കാരണം കുറേ ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ജോലിയൊന്നും കിട്ടാതെ ഞാൻ ഒരു 5-8 മാസം ജോലിയൊന്നും ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന് സാറന്മാരെ കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സർപ്രൈസ് പോലെയായിരുന്നു. പിറ്റേ ദിവസം തന്നെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു സർപ്രൈസ്. എല്ലാ സ്ഥലത്തും പ്രായം തൊക്കെ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളോട് പിറ്റേ ദിവസം തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു. വലിയൊരു സന്തോഷം. പിന്നെ ഇപ്പോൾ എയറിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ പറയുക, പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്നാലും ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ഇറാനും അമേരിക്കയൊക്കെ നല്ല യുദ്ധത്തിലല്ലേ, ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ദുരിതത്തിൽ ടെൻഷൻ അടിച്ചൊക്കെ കിടക്കുന്നവർ അവിടെ നിന്ന് അവരുടെ വീട്ടിലെത്തുമ്പോഴത്തെ സന്തോഷം എന്താ? അതേപോലൊരു സന്തോഷമാണ് എന്നും ഇവിടെ ജോലിക്ക് വന്ന് കയറുമ്പോൾ. അത്രയും സന്തോഷമാണ്. കാരണം അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാവില്ല. അത്രയും ദുരിതം അനുഭവിച്ചിട്ട് നമ്മുടെ ഫാമിലിയോട് ഒത്തുചേരുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ എന്ന പോലെയാണ് നമ്മൾ എന്നും ഇവിടെ ജോലിക്ക് എല്ലാ ദിവസം വന്ന് കയറുമ്പോഴും. അത്രേ പറയാനുള്ളൂ എനിക്ക്. ഏട്ടന്മാരെ കുറിച്ചിട്ട് എന്താ പറയുക? രാജു സാർ, അരവിന്ദ് സാറും പിന്നെ പറയണ്ടല്ലോ, പുണ്യജന്മങ്ങൾ തന്നെ. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, പാർട്ട് ടൈം പിള്ളേർക്ക് അവർ സ്മാർട്ടാണോ അങ്ങനെ ഒന്നും നോക്കാതെ എല്ലാവർക്കും ജോലി നൽകുകയാണ്, വരുന്ന എല്ലാ കുട്ടികൾക്കും. അതൊന്നും ഇന്ന് ഒരു ഓണേഴ്സും ചെയ്യാത്തൊരു സംഭവമാണ്. കാരണം നമുക്ക് കുറേ ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്ത അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ നൂറ്റാണ്ടിൽ ഈ രാജു സാറും അരവിന്ദ സാറും ചെയ്യുന്ന ഈ ഇത്രയും പുണ്യകർമ്മം ഒരാളും ചെയ്യുന്നില്ല, ഒരാളും ചെയ്യൂല. അത്രയാണ് എനിക്ക് ഈ ARനെ പറ്റി പറയാനുള്ളത്. കാരണം അത് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് ഒന്നും കൂടി കൈ പിടിച്ചുയരാൻ, അവർക്ക് ചെറിയൊരു മണി കയ്യിൽ വരാനൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മമാണ്. ദൈവത്തിന് തുല്യമാണ് അവർ രണ്ടുപേരും. അത്രയും ഹാപ്പിയാണ്. ചേച്ചി തിരക്കിലാണോ? അല്ല, പറഞ്ഞോളൂ. നമ്മുടെ ഷോപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ വന്നിട്ട് 4 വർഷമായി. 4 വർഷമായി. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുക, ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഈ ഷോപ്പാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാവരും നമുക്കൊപ്പം നിന്നിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാ ചേച്ചിമാരായാലും ശരി, പിന്നെ പനിയത്തിമാരായാലും ശരി, എല്ലാവരും നന്നായിട്ട് നമ്മുടെ ഒപ്പം നിന്നുണ്ട്.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒരു മാസമായിട്ട് ഇറങ്ങി ഇറങ്ങി ഷോപ്പിൽ നിന്ന് അപ്പം ഞാൻ വേറെ കടയിലേക്ക് പോയി. അവിടെ എനിക്ക് ഇവിടുത്തെ പോലുള്ള അവരിത് കിട്ടിയില്ല. നമ്മുടെ കടയല്ല അവിടെ, നമ്മുടെ വേറെ ലെവൽ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അവർ ശരിക്കും നമ്മളെ കൊണ്ട് പണിയിപ്പിക്കണ പോലെയാണ് ഓരോ കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. നമ്മൾ ചെയ്യണു, അവർ വന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മളോട് അധികാരത്തോടെ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെയൊന്നും പറയുന്നില്ല. അവർ വരുന്ന സമയത്ത് നമ്മൾ പണി ഉണ്ടാവും, അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവരാ ലെവലിലാണ്. നമ്മുടെ രാജ്യമായാലും അരവിന്ദായാലും കൂടുതലുണ്ടാവുക രാജ്യമായിരിക്കും. അപ്പം വരുമ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ നീക്കും. അപ്പം പറയും ഇരുന്ന് ചേച്ചി പറയും. ഏട്ടന്മാരെ കുറിച്ച് അയ്യോ, അവരെ കുറിച്ച് പറയാൻ ഇല്ല, വാക്കുകളില്ല. അവരെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ശരിക്കും നമ്മുടെ ആങ്ങളാരെങ്ങനെ അതേപോലെയാണ്. ഞാനിപ്പോൾ 4ാമത്തെ വർഷം ഒക്കെ ടൂർ പോയി വന്നു. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് അവർ കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നല്ലെങ്കിൽ അരവിന്ദായിരിക്കും അല്ലെങ്കിൽ രാജായിരിക്കും. ഇവർ ആരാണെങ്കിലും ശരി നമ്മുടെ സഹോദരന്മാരെങ്ങനെ അതേപോലെയാണ്. പുറത്ത് പോയാൽ നമ്മളതിനെങ്ങനെ ഒരു അധികം ഭരിക്കാനോ അല്ലെങ്കിൽ അവിടെ പോകണ്ട അങ്ങനെ പറയില്ല. അവരുടെ ഒരു മേൽനോട്ടം നമ്മുടെ അടുത്ത് ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് വിടും. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഓണപ്പരിപാടി ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും നമ്മൾ കോസ്റ്റ്യൂം എടുക്കണു. നമ്മളത് ഓണത്തിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം എടുത്താൽ ഓരോ പരിപാടി അതിരിക്കും പഠിക്കാൻ. അത് ഡാൻസ് ഉണ്ട് പറഞ്ഞാൽ അന്ന് അത് പഠിച്ചോളൂ ചേച്ചിമാരെ. അതിനൊക്കെ നല്ല കൂട്ടാണ് അവർ നമുക്ക്. നമ്മുടെ മുഖം ഒന്ന് പാടി അവരപ്പോൾ ചോദിക്കും എന്താന്നൊരു ഇത് കാണാനില്ലല്ലോ. അപ്പം എന്നോട് നല്ല വേറെ ഏത് സ്റ്റാഫാണെങ്കിലും അവർ ചോദിക്കും, ചേച്ചി ഇന്നെന്താ മുഖത്തുനിന്ന് എന്താ വിഷമമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒക്കെ ചോദിക്കും. അതുപോലെ രാജു പ്രയറിന് വരികയാണെങ്കിൽ ചിരിച്ചില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അവൻ്റെ മുഖം ചിരിച്ച് കാണണം. അങ്ങനെ കണ്ട് ശീലമായിട്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ചില സമയത്ത് ഞങ്ങൾ പറയും മാസ്ക് മാറ്റി കഴിഞ്ഞാൽ നന്നായിരുന്നു, കാരണം മുഖം ഒന്ന് കാണാമല്ലോ, ആ ഒരു ഇതിൽ ചിരിച്ച് കാണാമല്ലോ. അതുകൊണ്ട് പറയും. അപ്പോൾ അവൻ പറയണ ഓരോ കാര്യങ്ങളും പ്രയറിൽ ഞങ്ങൾ മനസ്സ് കൊണ്ട് നടക്കും. അതുകൊണ്ട് എന്താണെന്നറിയാം, നമുക്ക് ഉയർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ താഴ്ന്നിട്ടില്ല. ഇപ്പം ഞാൻ വന്നേക്കാം എത്ര ബെറ്ററായി. വന്നിട്ട് ഹാപ്പിയാണ്. പിന്നെ ഹാപ്പിയാണ്. ചേച്ചി കരഞ്ഞു. താങ്ക് യു. ശരി അമ്പിളീച്ചി, നമ്മുടെ ഷോപ്പിനെ കുറിച്ച് എന്താ അമ്പിളീച്ചി പറയാല്ലേ? നമ്മുടെ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്ന ജോലി അത്. ആദ്യമായിട്ട് ജോലിക്ക് കയറിയതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഷോപ്പിൽ. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർന്ന് ഞങ്ങൾ വന്നു. കുറേ സങ്കടങ്ങളും, ചിരിക്കാനറിയില്ല, ചിരിക്കുമല്ലായിരുന്നില്ല ഞാൻ. അത് അത്രയും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഫ്രണ്ട്സും പിന്നെ നമ്മൾ നല്ല 2 ഓണേഴ്സും കിട്ടി. നല്ല നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു എന്താ വെച്ചാൽ ഓണർമാരായിട്ട് അങ്ങനെ പെരുമാറിയിട്ടില്ല. അവരെപ്പോഴും നമ്മളെ കൂടപ്പുറപ്പുകളെ പോലെ എൻ്റെ അനിയന്മാര് അങ്ങനെയൊക്കെ ചേച്ചിന്ന് വിളിച്ച് വർത്താനം പറഞ്ഞോണ്ട് നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റോട് കൂട്ടൊക്കെ വിളിച്ച് സംസാരിക്കും. ഇപ്പം അവർ എത്ര ഉയരത്തിലെത്തിയാലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. രാജ അരവിന്ദ് എന്ന് ഞങ്ങളുടെ കൂടപ്പുറപ്പ് തന്നെ. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അവർ അങ്ങനെയൊക്കെ ഒരു സ്ട്രിക്റ്റൊക്കെ തരുന്നു കൂടി. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മളോട് നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കും. രാജയിലും അരവിന്ദായാലും നല്ല ചേച്ചിന്ന് വിളിച്ച് വർത്താനം. പിന്നെ വെച്ചാൽ നല്ല ഹാപ്പിയാണ് ഇവിടെ. നമുക്ക് സങ്കടങ്ങളൊന്നും കൂടി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ വന്നിങ്ങനെ മനസ്സിൽ കുറേ സങ്കടം കൊണ്ട് ചെന്ന് കയറിയാലും ഇവിടെ കുറച്ച് കഴിഞ്ഞ് വന്നാൽ അക്കാണ് പോയിണ്ടാവും. പിന്നെ അങ്ങനെ ജോലിയും സമയം പോകണമെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം ഒരു സങ്കടം ആലോചിക്കില്ല. ഒക്കെ അവിടെ മറന്നു പോകും നമ്മൾ. അങ്ങനെ ഹാപ്പിയാണ് ഞാൻ. താങ്ക് യു ചേച്ചി. സുധേച്ചി തിരക്കിലാണോ? അല്ലടാ പറഞ്ഞോളൂ. എന്തായാലും നമ്മുടെ അയാളത്തെ ഫസ്റ്റ് സ്റ്റാഫാണ് കേട്ടോ സുധേച്ചി. നമ്മുടെ ഷോപ്പിനെ കുറിച്ച് എന്താ ചേച്ചി പറയാറ്? ഷോപ്പിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് രാജു അരവിന്ദ് ചെറിയൊരു ഷോപ്പിൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനുണ്ട് 2017. പിന്നെ ഇപ്പോൾ ഇത്രയും വർഷം ഇവിടെ പിടിച്ചു നിന്നു. അവർ നല്ലൊരു സഹോദരൻ, ഒരു മകൻ്റെ ഒരു സ്ഥാനം, ആ സഹോദരൻ്റെ സ്ഥാനത്തും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാനിതുവരെ ഇവിടെ നിന്ന് എത്തി വന്നു. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ഇവിടെ വരാൻ തുടങ്ങിയ ശേഷം. സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ഏട്ടന്മാരെ കുറിച്ചിട്ട് എന്താ പറയുക? രാജു സാറും എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ പറഞ്ഞു. രാജു സാറും അരവിന്ദ് സാറും ഇപ്പോൾ നല്ലൊരു നിലയിലെത്തി. ഈ ഒരു ARൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം കൊണ്ടും ഇത്രയും പേർക്ക് ഒരു പണിക്കാരെ വെച്ചിട്ടൊരു ഇത് ഷോപ്പ് നടത്തിക്കൊണ്ട് ഇത്രയും കുടുംബം നിലനിന്ന് പോകുന്നുണ്ടല്ലോ. അതിന് വലിയൊരു 2 പേർക്കൊരു നന്ദി. തിരക്കിലാണോ? എത്ര വർഷമായി നമ്മുടെ ഷോപ്പിൽ കയറി? 4 വർഷം. 4 വർഷമായി. 4 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്? ഞാൻ ഇവിടെ കയറുമ്പോൾ ചെറിയൊരു സാലറി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ.
ചെറിയല്ല, അന്ന് എനിക്കതൊരു വലിയ സാലറി തന്നെ ആയിരുന്നു. പക്ഷേ ബസ് ചാർജൊക്കെ പോയിട്ട് എനിക്കത് കിട്ടുമ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ഇതായിരുന്നു. എനിക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ചെറിയൊരു സാലറി അല്ലേ ഉള്ളൂ, അതിൽ പോയിട്ട് നിനക്ക് എങ്ങനെയാണ് പറ്റുക, ബസ് ചാർജൊക്കെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് അപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞാനിതിൽ വന്നിട്ട് പോകാൻ പറ്റും. പക്ഷേ എനിക്കിവിടെ എല്ലാം കൊണ്ടും സേഫാണ്, ഭയങ്കര ഇഷ്ടമായി. ഷോപ്പിലത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം, ഞാൻ വരുമ്പോൾ ഒരു 30 സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുടെ പെരുമാറ്റം എന്നെ ഒരു നല്ല രീതിക്കാണ്, സ്റ്റാഫുകളായാലും എൻ്റെ ഓണേഴ്സും 2 പേരും നല്ല സഹായവും എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഒരുപാട് രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് സാലറി കൂട്ടി, ഇനി ഞാൻ വിചാരിക്കാൻ പറ്റാത്തൊരു സാലറി എനിക്കുണ്ട്. എനിക്ക് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതെല്ലാം എൻ്റെ ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഞാനിന്നിവിടെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് സാലറി കൂട്ടി തന്നു. പിന്നെ അതുമാത്രമല്ല, ബസ് ചാർജ് ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു കാറിലായിരുന്നു പിന്നെ ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ 2 കാറായി, പിന്നെ ട്രാവലറായി. ഞങ്ങൾക്ക് ഒത്തിരി സ്റ്റാഫുകൾക്ക് വലിയൊരു ഹെൽപ്പാണ്. ഞങ്ങൾക്ക് ട്രാവലറിൽ രാവിലെ കൊണ്ടുവരും, വൈകുന്നേരം എത്ര നേരം വൈകിയാലും സേഫായി ഞങ്ങളെ വീട്ടിലെത്തിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അന്ന് എന്നെ കളിയാക്കിയവർ പോലും ഇന്ന് എത്രയോ പേര് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വണ്ടി സൗകര്യം എല്ലാം ഉണ്ടല്ലോ, ഞങ്ങളെ കൂടി ആ കടയിലേക്ക് എടുക്കാൻ പറ്റുമോ, ഞങ്ങൾ കൂടി വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കളിയാക്കിയ എത്രയോ പേര് ഞങ്ങളോട് ഇന്നിപ്പോൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നെനിക്ക് ആ സങ്കടങ്ങളൊന്നുമില്ല. ഞാൻ നല്ല ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പി. എന്താ പറയാൻ പറ്റാത്തത്രയും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മക്കളും ഞാനൊന്ന് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതിനെല്ലാം കാരണം AR ഹാൻഡ്ലൂംസ് രാജുവേട്ടനും അരവിന്ദേട്ടനുമാണ്. ഞങ്ങളുടെ ഓണർമാരോട് തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും എന്നും ഉണ്ട്. ഇതേപോലെ എന്നും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളെപ്പോഴും ഉണ്ടാവും. താങ്ക് യു ചേച്ചി. രാധിക ചേച്ചി, ചേച്ചി എത്ര വർഷമായി നമ്മുടെ ഷോപ്പിൽ? ഞാനൊരു 4.5 വർഷം. എന്താ നമ്മുടെ ഷോപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? നമ്മുടെ ഷോപ്പ് 4 വർഷത്തിൽ ഇത് സൂപ്പറാണ്. ഞാൻ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം പറഞ്ഞിട്ട് വന്ന ആളാണ് ഇവിടെ. പിന്നെ നമ്മുടെ രാജുഭായി അവരുടെയൊക്കെ സംസാരവും, ഞാൻ പുറത്തൊന്നും അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. വർത്തമാനം പറയില്ല പറഞ്ഞാൽ അങ്ങനെ ഓവറായിട്ടൊന്നും ആരോടും സംസാരിക്കില്ല. ഇപ്പോൾ ഒരാളെ പുറത്ത് വെച്ച് കണ്ടാൽ തന്നെ അയ്യോ അവർക്ക് വർത്തമാനം പറയണ്ടേ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, അറിയണവരെ കണ്ടാൽ തന്നെ. പക്ഷെ ഇവിടെ വന്നപ്പോഴേ നമുക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ളൊരു ധൈര്യം, പേടി മാറി കിട്ടി. സംസാരിക്കാനും പരിചയപ്പെടാനും അല്ലെങ്കിൽ ചിരിക്കാനും അതൊക്കെ രാജുവിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ രാജു ഞങ്ങൾ വന്ന സമയത്ത് ഓരോ മീറ്റിംഗ് കൂടുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരും. നമ്മൾ മറ്റുള്ളവരുടെ ഇടപെടേണ്ട കാര്യങ്ങളും സംസാരിക്കേണ്ട ചിരിയാണ് നമുക്ക് വേണ്ടത്. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ച കാര്യങ്ങളാണ്. സംസാരിക്കാനും ആ ഒരു ധൈര്യമല്ലേ, അതൊരു സംഭവം തന്നെ കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ല മാറ്റങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത്. നമ്മുടെ ഏട്ടന്മാരെ കുറിച്ചിട്ട് എന്താ? ഏട്ടന്മാർ അവർ സൂപ്പറാണ്. അവരൊരു മുതലാളി എന്നുള്ളൊരു തരത്തിൽ നമ്മളോട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഫാമിലിത്തെ ഒരാൾ, അങ്ങനെ നമ്മുടെ ഇതൊക്കെ കുടുംബം പോലെ സംസാരിക്കുള്ളൂ. ചീത്ത പറയുക അങ്ങനെയൊന്നുമില്ല, കാര്യങ്ങൾ പറഞ്ഞു തരും. ചില മുതലാളിമാരുണ്ടാവും ഭയങ്കര ഇതായിട്ടൊക്കെ പറയുന്നത്. അതപ്പോൾ കുറേ പുറത്തെ ഷോപ്പിൽ നിന്നൊക്കെ കേട്ടിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ അവരെ മുതലാളി അങ്ങനെയാണ് ഇങ്ങനെയാണ് ചീത്ത പറയും ഭയങ്കര. പക്ഷെ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ എന്തോരം സുഖമാണെന്നറിയോ. അതൊക്കെയാണ്, അവർ സൂപ്പറാണ് എന്തായാലും. അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, കുറേ പേരെ കിട്ടി. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ആൾക്കാരെ പരിചയപ്പെടാനും എല്ലാം കഴിഞ്ഞു ഇവിടെ വന്നതിന് ശേഷം. വന്നപ്പോൾ ജീവിതം കുറേ പച്ച പിടിച്ചു. അതന്നെ വലിയൊരു കാര്യമാണ്. ഇനിയും തുടർന്ന് ഇങ്ങനെ പോകണം ഇവിടെ തന്നെ, അതാണൊരു ആഗ്രഹം. ഇങ്ങനെ തുടർന്ന് പോട്ടെ. ശരി. തിരക്കിലാണോ? കുറച്ച് തിരക്കിലേറാണ്. ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ കടനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് പറയൂ. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് 5 വർഷമാകുന്നു. 5 വർഷം. ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. ഇവിടെ വന്ന ശേഷമാണ് എനിക്കെൻ്റെ സാമ്പത്തികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെല്ലാം തീർന്നത്. പിന്നെ നമ്മുടെ ഓണർമാരെന്നല്ല, ഞങ്ങൾ അരവിന്ദ് രാജു എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ ഒരു കൂടപ്പുറപ്പണി പോലെ തന്നെയാണ്, ഒരു അനിയന്മാരെ പോലെ തന്നെയാണ്. തിരിച്ചവർക്കും ഞങ്ങളും ചേച്ചിമാരാണ്. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അതെ, എനിക്ക് സന്തോഷക്കാരൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് സന്തോഷമാണ് ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയതിൽ. തുടർന്ന് വഹിക്കുന്ന കാലം വരെ ഇവിടെ വരണം തന്നെയാണ് ആഗ്രഹം. ഇവിടെ വീട്ടിൽ വന്ന് ചിന്തിക്കാനും കൂടി ഞങ്ങൾക്ക് ആവില്ല. ഹാപ്പിയാണ്. താങ്ക് യു ചേച്ചി. അപ്പോൾ എന്നത്തെ വീഡിയോ പോലെയല്ല, ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.